Hey students, ഇന്ന് ചാപ്റ്റർ 14 മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ റിപ്പീറ്റഡ് ആയിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന കുറച്ച് കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ആകെ രണ്ട് മൂന്ന് പോയിൻറ്റ്സ് മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അധികവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദി കോൺട്രാ പോസിറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ കോൺട്രാ പോസിറ്റീവ് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ തന്നിട്ട് റൈറ്റ് ദി കോൺട്രാ പോസിറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അടിയിൽ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസിലസ്. അങ്ങനെയാണ് ചോദിക്കുക. ഞാൻ അതിന് താഴെ ചെയ്തിരിക്കുന്നതൊക്കെ വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതല്ലാതെ ഇത് എല്ലാം ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലല്ല ഇത് ഇങ്ങനെ ചോദിച്ചിരിക്കണേ. ഇത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസിലസ്. മാത്തമാറ്റിക്കലി ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയ്തർ ട്രൂ ഓർ ഫോൾസ്. ഒന്നുകിൽ അത് ട്രൂ ആയിരിക്കും, അതല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. രണ്ടും കൂടി ആവാൻ പാടില്ല. ചില കേസിൽ ട്രൂവും ചില കേസിൽ ഫോൾസ് ആയാൽ മാത്തമാറ്റിക്കലി അതെന്തല്ല, സ്റ്റേറ്റ്മെൻ്റ് അല്ല. ചിലപ്പോൾ വളരെ റെയറായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരു കളക്ഷൻ തന്നിട്ട് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വളരെ റെയറായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസിലസ്. വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ ഇഫ് വെച്ചിട്ടുള്ള തന്നെയാണ്. നോക്കാം, നമ്മൾ അവിടെ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ ആൻസർ: ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസിലസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഈക്വലാറ്ററൽ. ഇതാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസിലസ്. നമ്മുടെ ഇവിടെ നിന്ന് തുടങ്ങാം. ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസിലസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഈക്വലാറ്ററൽ. ഒരു എക്സാമ്പിളും കൂടി ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചെയ്താൽ ഒന്നുകൂടിയും ക്ലിയർ ആവും. ഇതൊക്കെ വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചതാണ്. ഓക്കെ, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. ജസ്റ്റ് അതിൻ്റെ നെഗറ്റീവ് കൊണ്ട് തുടങ്ങാം. ഓക്കെ, ഇഫ് ദ ഇൻറ്റീജർ n ഈസ് ഓഡ് ദെൻ n സ്ക്വയർ ഈസ് ഓഡ്. എങ്ങനെ ചെയ്യുക? ഇഫ് n square is not an odd integer, if n square is not an odd integer, then n is not odd. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. P such that if x equal to 2 then x square equal to 4. വളരെ സിമ്പിളാണ്. ഇതേപോലെ തന്നെ ചെയ്യുന്നത്. if x square not equal to 4 then x not equal to 2. ഇത് ക്ലിയർ ആയല്ലോ? എങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മൾ തുടങ്ങിയത്? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസിലസ് എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തും തുടങ്ങാം. അവിടെ നിന്ന് ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസിലസ് അങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസിലസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഈക്വലാറ്ററൽ. അടുത്തത് അങ്ങനെ തന്നെയല്ലേ? ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. നോക്കിയേ, if the integer n is odd then n square is odd. എങ്ങനെ ചെയ്യണം? if n square is not an odd integer then n is not odd. അങ്ങനെയാണ് ഇത്. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട്. ഇതെല്ലാം വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് നന്നായിട്ട് പഠിച്ചു വെക്കുക, പ്രാക്ടീസ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ഭാഗം നോക്കിയേ. റൈറ്റ് ദി നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഈ വേർഡിൽ നിന്ന് അത് മനസ്സിലാവും. ഇതിൻ്റെ നെഗറ്റീവ് എഴുതാനാണ്. നോക്കാം, √2 ഈസ് ഇറാഷണൽ. ഓക്കെ, √2 ഈസ് ഇറാഷണൽ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? √2 ഈസ് നോട്ട് ഇറാഷണൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എവറി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, there exists a natural number which is not greater than 0. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, √3 ഈസ് റാഷണൽ.
നമുക്കറിയാം √3 റാഷണൽ അല്ല, പക്ഷേ മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളങ്ങനെ എഴുതും, മാത്തമാറ്റിക്കലി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതും √3 ഈസ് റാഷണൽ. അപ്പോൾ എന്താണ് അതിൻ്റെ നെഗേഷൻ വരിക? √3 ഈസ് നോട്ട് റാഷണൽ. മനസ്സിലായോ? അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് √2 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. നമ്മൾ ആ സെൻറ്റൻസ് ട്രൂ ആ ഫോൾസ് ആണെന്ന് നോക്കേണ്ട, നമ്മൾ അതിൻ്റെ നെഗേഷൻ ഇതാ തന്നിരിക്കുന്നത് എന്താണ്? √2 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ എന്നാണ്. അപ്പോൾ എന്തെന്ന് എഴുതണം? ആൻസറായിട്ട് √2 ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്ന് എഴുതണം. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ബൈ ദി മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ദാറ്റ് √7 ഈസ് ഇറാഷണൽ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡായി കാണാറുണ്ട്. √7 ഈസ് ഇറാഷണൽ, √2 ഈസ് ഇറാഷണൽ, √5 ഈസ് ഇറാഷണൽ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വേറെ കാര്യമായിട്ടൊന്നും ചോദിക്കാറില്ല. നമ്മളിപ്പോൾ ഈ ചെയ്തതൊക്കെ തന്നെയാണ് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നത്. നേരെ ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. പ്രൂവ് ബൈ ദി മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് √7 ഈസ് ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം √7 റാഷണലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെയ്തു പോവും. അവസാനം നമ്മളുടെ അസംഷൻ റോങ് ആണെന്ന് കിട്ടും, ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തും. അപ്പോൾ തിരിച്ച് പറയുന്നതെന്ന് അവർ അസംഷൻ ഈസ് റോങ്, ദെർഫോർ √7 ഈസ് ഇറാഷണൽ എന്ന് പറയും. അപ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? Let us assume that √7 is rational. √7 ഒരു റാഷണൽ നമ്പറാണ് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം √7 റാഷണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? √7നെ a/b എന്ന് എഴുതാം. Where a, b belongs to this set of integers and b not equal to 0. b 0 ആവാൻ പാടില്ല. a and b have no common factors. എന്താണ് ഇതിൻ്റെ a and b have no common factors എന്ന് പറഞ്ഞാൽ? നമ്മളൊരു p/q അല്ലെങ്കിൽ നമ്മളൊരു a/b ഫോമിൽ എഴുതാണെന്ന് കരുതാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തേ, 6/9. ഇതിനെ നമ്മൾ കട്ട് ഷോർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6ൽ 3 2 ടൈംസ്, 9ൽ 3 ടൈംസ്, 2/3 എന്ന് എഴുതാം അല്ലേ? ഇപ്പോൾ ഈ 2ക്കും 3ക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ലല്ലോ, ഇല്ല. അതാണ് ഇപ്പോൾ a/b ഫോമിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ √7 ഈക്വൽ ടു a/b എന്ന് എഴുതിയിട്ട് എന്ത് എഴുതാം? a and b ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് എന്ന് എഴുതാം. ഇനി നോക്കി, അപ്പോൾ എന്തെഴുതി? √7 ഈക്വൽ ടു a/b എന്ന് എഴുതിയില്ലേ? അതിനൊന്ന് സ്ക്വയർ ചെയ്തേ. √7 ഹോൾ സ്ക്വയർ ഈക്വൽ ടു a/b ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. എന്താണ് √7ൻ്റെ സ്ക്വയർ? √7ൻ്റെ സ്ക്വയർ 7 ആണ്. 7 ഇസ് ഈക്വൽ ടു a/b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a²/b² ആണ്. ഇനി ഇത് ഇങ്ങോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്ത് കിട്ടും? 7b² എന്ന് വരും. അപ്പോൾ എന്തെന്ന് എഴുതാം? 7b² ഈക്വൽ ടു a², അതായത് a² ഈക്വൽ ടു 7b² എന്ന് കിട്ടി. ദിസ് ഇംപ്ലൈസ് എന്താണ്? a² ഈക്വൽ ടു 7b² എന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ് ചെയ്യുന്നത്. എന്ത്? a² ഈസ് ഡിവിസിബിൾ ബൈ 7 അല്ലേ? a² ഈക്വൽ ടു 7 ഇൻറ്റു സംതിങ്. അങ്ങനെയാണെങ്കിൽ a² എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 7 ആണ്. a² ഡിവിസിബിൾ ബൈ 7 ആണെങ്കിൽ എയും ഡിവിസിബിൾ ബൈ 7 ആണ്. a ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയിനെ 7 ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എഴുതൂടെ? ഞാൻ a ഈക്വൽ ടു 7c എന്ന് എഴുതി. a ഡിവിസിബിൾ ബൈ 7 ആണെങ്കിൽ എന്തെന്ന് എഴുതാം? a ഈക്വൽ ടു 7 ഇൻറ്റു സംതിങ്. അപ്പോൾ 7c എന്ന് എഴുതി. ഇനി നോക്കിയേ, എ നമുക്ക് എന്ത് കിട്ടി? 7c എന്ന് കിട്ടിയില്ലേ? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതിയേ. a² ഈക്വൽ ടു 7b² എന്നല്ലേ? അപ്പോൾ a², എക്ക് പകരം എന്തെന്ന് എഴുതാം? ഈ 7c എഴുതാം. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ എന്താണ്? 7c ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 7b² എന്ന് കിട്ടി. എന്താണ് 7c²? 49c². 49c² ഈക്വൽ ടു 7b² എന്ന് കിട്ടി. ഈ 49നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. അപ്പോൾ 7c² ഈക്വൽ ടു, ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആവും. അപ്പോൾ എന്ത് കിട്ടി? 7c² ഈക്വൽ ടു b² എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഈ b² ഈക്വൽ ടു 7c² എന്ന് കിട്ടി. ഇപ്പോൾ എന്താണ്? നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ ദിസ് ഇംപ്ലൈസ് b² ഈസ് ഡിവിസിബിൾ ബൈ 7. b² ഡിവിസിബിൾ ബൈ 7 ആണെങ്കിൽ എന്താണ്? b ഈസ് ഡിവിസിബിൾ ബൈ 7. നേരത്തെ എന്ത് കിട്ടി?
എ ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് കിട്ടി. ഇപ്പോൾ ബി ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് കിട്ടി. അപ്പോൾ എയും ബിക്കും 7 കോമൺ ഫാക്ടർ അല്ലേ? പക്ഷെ നമ്മളിവിടെ എന്തുണ്ട്? എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്? റോങ് അല്ലേ? അപ്പോൾ എന്തെന്ന് എഴുതാം? ഇവിടെ എന്ത് കിട്ടി? വിച്ച് ഇംപ്ലൈസ് 7 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് എ ആൻഡ് ബി വിച്ച് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. നമ്മുടെ അസംഷനിൽ എന്താണ്? എ ആൻഡ് ബിക്കും കോമൺ ഫാക്ടർ ഇല്ല. പക്ഷെ ചെയ്തു വന്നപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിട്ട് ചെയ്തു വന്നപ്പോൾ എന്ത് കിട്ടി? എ ആൻഡ് ബി ഹാവ് കോമൺ ഫാക്ടേഴ്സ് എന്ന് കിട്ടി. 7 നമുക്ക് കോമൺ ഫാക്ടറായി കിട്ടി. അപ്പോൾ അസംഷൻ റോങ് ആണ് അല്ലേ? സോ എന്തെന്ന് എഴുതാം? വിച്ച് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. എന്തായിരുന്നു അസംഷൻ? ഈ റൂട്ട് 7 ഈസ് റാഷണൽ. അപ്പോൾ റൂട്ട് 7 ഈസ് റാഷണൽ എന്ന നമ്മളുടെ അസംഷൻ എന്താണ്? റോങ് ആണ്. അവർ അസംഷൻ ഈസ് റോങ്. വിച്ച് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ ദാറ്റ് റൂട്ട് 7 ഈസ് റാഷണൽ എന്ന അസംഷൻ കോൺട്രഡിക്ട്സ് ചെയ്യുന്നു. Therefore എന്തെന്ന് എഴുതാം? റൂട്ട് 7 ഈസ് ഇറാഷണൽ. ക്ലിയർ ആയല്ലോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് ചോദിക്കുന്നുണ്ട്. റൂട്ട് 7 എന്നുള്ളതിന് റൂട്ട് 5 ചോദിക്കാറുണ്ട്, റൂട്ട് 2 ചോദിക്കാറുണ്ട്, റൂട്ട് 3 ചോദിക്കാറുണ്ട്. എല്ലാത്തിനും ഇതേ മെത്തേഡ് തന്നെയാണ്. റൂട്ട് 3 ആകുമ്പോൾ എന്ത് ചെയ്യുക? അസ്യൂം ദാറ്റ് റൂട്ട് 3 ഈസ് റാഷണൽ. എന്നിട്ട് ഇതേപോലെ എ ബൈ ബി വെച്ചിട്ട് ചെയ്യുക. അവസാനം കോമൺ ഫാക്ടർ ഉണ്ടാവും. നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ കോമൺ ഫാക്ടർ ഇല്ല, അപ്പോൾ കോൺട്രഡിക്റ്റ് ചെയ്യും. അപ്പോൾ therefore ഇറ്റ് ഈസ് റാഷണൽ എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇതിൽ നിന്ന് ഇത്രയൊക്കെയാണ് ചോദിക്കാറ്. വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. ഇപ്പോൾ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ചിലപ്പോൾ ഒരു കുറേ സെൻറ്റൻസ് തന്നിട്ട് ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് ചോദിക്കും. ഇപ്പോൾ നോക്കിയേ, ഒരു എക്സാമ്പിൾ. there are 35 days in a month. നമുക്കറിയാം ഒരു മന്തിൽ 35 ഡേയ്സ് ഇല്ല എന്നുള്ളത് അറിയാം. പക്ഷേ മാത്തമാറ്റിക്കലി അത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ, മാത്തമാറ്റിക്സ് ഇസ് ഡിഫിക്കൽട്ട്. ഇതൊരു മാത്തമാറ്റിക്കലി ഇത് സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം മാത്തമാറ്റിക്സ് ഈസി ആയിട്ടുള്ളവരുണ്ടാവും, മാത്തമാറ്റിക്സ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവരുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അതെന്താണ്? സ്റ്റേറ്റ്മെൻ്റ് അല്ല. മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഇത് മാത്തമാറ്റിക്കലി സ്റ്റേറ്റ്മെൻ്റ് അല്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഇത് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്നുള്ളത് മാത്തമാറ്റിക്കലി സ്റ്റേറ്റ്മെൻ്റ് അല്ല. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈവൻ നമ്പർ. അതെപ്പോഴും ശരിയാവില്ലല്ലോ. ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ആണ്, അത് ഈവൺ നമ്പറാണ്. 3യുടെ സ്ക്വയർ എന്താണ്? 9 ആണ്, അത് ഓഡ് നമ്പറാണ്. അപ്പോൾ 2 ആൻസർ വരുന്നുണ്ട് ചില കേസിൽ അല്ലേ. ചിലത് ഈവൺ ആവാം, ചിലത് ഓടും. അപ്പോൾ അത് മാത്തമാറ്റിക്കലി എന്തല്ല? സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ഒരൊറ്റ ആൻസർ, അത് ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവും. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ രണ്ടും കൂടി വരുന്നതാണെങ്കിൽ അതെന്തല്ല? സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇതാണ് ഇതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ മനസ്സിലാക്കാനുള്ളത്. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടിരുന്നു. ഇതുപോലത്തെ ഒരു കളക്ഷൻ തന്നിട്ട് ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരുന്നു. ബാക്കി എല്ലാം ചോദിച്ചിരിക്കുന്നത് നമ്മളിവിടെ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഇപ്പോൾ റൂട്ട് 7 ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റൂട്ട് 7 പകരം ചിലപ്പോൾ റൂട്ട് 5 റൂട്ട് 3 റൂട്ട് 2 വരാം. അതുപോലെ തന്നെ ഏറ്റവും അധികം ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്തത് കോൺട്രാ പോസിറ്റീവ്, പിന്നെ നെഗേഷൻ. ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. സ്റ്റേ ട്യൂൺഡ്.